സങ്കീർത്തന പുസ്തകം 77 അധ്യായം 10 തിരുവചനം. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാത്തതാണ് നിന്റെ ദുഃഖത്തിന് കാരണം. എല്ലാവരുടെയും ജീവിതത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു, അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. അവന് വർഷത്തിൽ 1-2 പ്രാവശ്യം ലോട്ടറി എടുത്തു, അവനടിച്ചു. എന്നാൽ ഞാൻ ലോട്ടറി എടുക്കുന്നു, എനിക്ക് അടിക്കുന്നില്ല. ഞാൻ ധ്യാനത്തിന് പോയി, എൻ്റെ തൊട്ടടുത്തിരുന്ന ആൾക്ക് സൗഖ്യം കിട്ടി, ഇപ്പുറത്ത് ഇരുന്ന ആൾക്ക് വരദാനങ്ങൾ അവിടെ ലഭിച്ചു, എന്നാൽ എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ സാധിക്കാത്തത്? അതിന് വ്യക്തമായിട്ട് വചനത്തിന് വെളിച്ചത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയില്ല. പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ളവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുകയുള്ളൂ. ജോബിന്റെ പുസ്തകം 42 അധ്യായം 8 തിരുവചനം പറയുന്നുണ്ട്. ജോബിന്റെ സുഹൃത്താണ് എലിഫാത്ത്. എലിഫാത്തിനോട് പറയുക, എലിഫാത്തേ, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. എൻ്റെ ദാസനായ ജോബിനെ കൊണ്ട് നീ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ചാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കാം. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ളവൻ്റെ പ്രാർത്ഥന മാത്രമാണ് ദൈവം കേൾക്കുകയുള്ളൂ. യോഗ്യതയുള്ളവൻ്റെ ജീവിതത്തിൽ മാത്രമേ ദൈവം ഇറങ്ങി വരികയുള്ളൂ. എങ്കിൽ എന്താണ് ദൈവത്തെ കാണുവാനുള്ള, കണ്ടുമുട്ടാനുള്ള, അവൻ്റെ ശക്തി എന്നിലേക്ക് ഇറങ്ങി വരുവാനുള്ള പ്രധാനപ്പെട്ട ഘടകം? നമുക്ക് വചനത്തിന് വെളിച്ചത്തിൽ കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 23 തിരുവചനം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥനയ്ക്ക് അദ്വിതീയമായിട്ടുണ്ടാവേണ്ടതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നതിന് അദ്വിതീയമായിട്ടുണ്ടാവേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത്. നമുക്കറിയാം, യേശു ഏതെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: വിശ്വസിക്കുന്നുവോ? യെസ് ലോർഡ് എന്ന് പറഞ്ഞ വ്യക്തികൾക്കൊക്കെ ആ സമയം ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ദൈവം തന്നതായി കണ്ടുകൊണ്ട് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. യോഹന്നാൻ ശ്രീ എഴുതിയ 1 ലേഖനം 5 അധ്യായം 14 തിരുവചനം. അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമതായി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. 2, ദൈവത്തിന് ഇഷ്ടമാണോ ഞാൻ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അത് നിറവേറ്റി തരിക തന്നെ ചെയ്യും. മൂന്നാമത്തെ മേഖലയാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പാപത്തിൻ്റെ ബന്ധനങ്ങളെ പെട്ടുകഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 31 തിരുവചനം. ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, എന്നാൽ അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് അവിടുന്ന് കേൾക്കുക. വ്യക്തമായിട്ട് വചനം പറയുകയാണ്, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. എത്ര പാപം ചെയ്തിട്ടാണ് നീ ആയിരിക്കുന്നത്? പിന്നെ ദൈവത്തിന്റെ സന്നിധിയെ നീ എത്ര കരമുയർത്തി പ്രാർത്ഥിച്ചാലും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. പല വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ ചിന്തിക്കുന്ന, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെയല്ല ചെയ്യുന്നത്, ഇതൊക്കെ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? ഇതൊക്കെ ഇത്ര വലിയ ഗൗരവമായിട്ടുള്ള കാര്യമാണോ? എന്നാൽ നീ നിസ്സാരവൽക്കരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ദൈവത്തിന് നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നതിന് തടസ്സം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 21 തിരുവചനം. ഏലിയ ജനത്തെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ചോദിക്കുക, നിങ്ങൾ എത്ര കാലം 2 വഞ്ചിയിൽ കാല് വെക്കും? ബാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ ബാലിനെ ആരാധിക്കുക, കർത്താവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ ബാലിനെയും ദൈവത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ പാപത്തിന്റെ കെട്ടുകള് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന് എന്നിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുകയില്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മളോട് വ്യക്തമായിട്ട് യൂഥത്തിന്റെ പുസ്തകം
5-ാം അധ്യായം 17-ാം തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാരണം പാപത്തെ വെറുക്കുന്ന ഒരു ദൈവം അവിടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തോ, നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു പാപങ്ങളായിരിക്കും കൊണ്ടുപോയി നടക്കുന്നത്. ഒരു വ്യക്തിയുടെ മേത്തേക്ക് 2-3 കല്ല് ഇറക്കി വെച്ചു. ആ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും ആ കല്ലിനെ തൻ്റെ നെഞ്ചിൻ്റെ മുകളിൽ നിന്ന് ആ തട്ടി താഴേക്ക് ഉരുട്ടിയിടാൻ സാധിക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് കൊച്ചു കൊച്ചു കല്ലുകളാ ഒരു ലോഡ് മെറ്റിൽ അങ്ങോട്ട് അടിച്ചു. അത് അവന് ഇങ്ങനെ മാറ്റാൻ പറ്റുമോ? അവൻ്റെ മേത്ത് മുഴുവൻ മെറ്റിൽ കിടക്കുക. ഇതുപോലെ തന്നെ ലഘുഭാവങ്ങളുടെ പ്രത്യേകത. ഈ ലഘുഭാവങ്ങളായി നാം ചിലത് ഇങ്ങനെ കൊണ്ടുപോയി നടക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മേത്തേക്ക് മെറ്റിൽ വീണതുപോലെ നമുക്കത് മാറ്റാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ബന്ധനാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നത്, നിങ്ങളുടെ അമാവാസികളും നിങ്ങളുടെ ഉത്സവങ്ങളും എനിക്ക് വെറുപ്പാ. നിങ്ങൾ എത്ര കരം ഉയർത്തി പ്രാർത്ഥിച്ചാലും ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഞാൻ നിന്നിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നീ എത്ര കൈ ഉയർത്തി പ്രാർത്ഥിച്ചാലും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഒരു വ്യക്തി ധ്യാനത്തിന് പോകുന്നുണ്ട്. എവിടെയൊക്കെ ധ്യാനങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ മുമ്പിൽ പോയി ഹല്ലേലൂയ പറയുന്നുണ്ട്, കരുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. കാരണം അവന് മുഖം തിരിച്ചിരിക്കുകയാണ്. അതിന് കാരണം അവന്റെ ഹൃദയത്തിൽ അവൻ കൊണ്ടുപോയി നടക്കുന്ന പാപ. അവന്റെ കരങ്ങൾ രക്തമംഗലമായിരിക്കുക. അവന്റെ പ്രാർത്ഥന ദൈവം എങ്ങനെയെ കേൾക്കുക? അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഈ പാപത്തിന്റെ കെട്ടുകളുമായി എത്ര കാലം ഞാൻ ജീവിക്കുന്നുവോ ദൈവത്തിന്റെ അനുഗ്രഹം എന്നിലേക്ക് ഒഴുകിയില്ല. എൻ്റെ ഹൃദയത്തിൽ എത്ര വിശുദ്ധിയുണ്ടോ ആ വിശുദ്ധി എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കണം. ശരീരത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വ്യാപരിക്കണം. അങ്ങനെ വിശുദ്ധാത്മാക്കൾ തൊട്ടത് മുഴുവൻ വിശുദ്ധമായി മാറി. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എത്ര അശുദ്ധിയുണ്ടോ ഈ അശുദ്ധി എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കും. ശരീരത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വ്യാപരിക്കും. അശുദ്ധി നിറഞ്ഞ വ്യക്തികൾ തൊട്ടത് മുഴുവൻ അശുദ്ധമായി തീരും. ഹൃദയത്തിൽ വിശുദ്ധി നിറയ്ക്കേ, ഹൃദയത്തിൽ അഭിഷേകം നിറയ്ക്കേ. കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എടുത്തു കള. ദൈവം ഇടപെടുന്നത് കാണാൻ സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ഒരിക്കൽ ധ്യാനത്തിന്റെ അവസരത്തിൽ ഈ വചനം ദൈവജനത്തോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ആ ധ്യാനത്തിൽ ഒരു വ്യക്തി അന്ന് ധ്യാനത്തിന് കടന്നു വന്നത്, അദ്ദേഹത്തിന്റെ മകൾ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. മകൾക്ക് മക്കളില്ലാത്തതിന്റെ വേദനയില ഈ അപ്പൻ ആ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ വചനം ആ മനുഷ്യരുടെ ഹൃദയത്തെ സ്പർശിക്കാൻ തുടങ്ങി. മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളില്, ഞാൻ ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും പാപത്തിന്റെ കെട്ടുകളോ അടിമത്തത്തിലോ ഞാൻ കിടക്കുകയാണോ? ആ മനുഷ്യൻ ആത്മപരിശോധന ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. 35 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ബാങ്കിലായിരുന്നു ജോലി. ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആ അവസരത്തിലാണ് 3 കുഞ്ഞുങ്ങളുണ്ട്. 4ാമത് ഒരു കുഞ്ഞും കൂടി അതാ ഭാര്യ ഗർഭിണിയാണ് എന്ന് അറിയുന്നു. ഇദ്ദേഹം എന്താ ചെയ്ത്? 2 പേരും കൂടി സഹകരിച്ച് ഈ കുഞ്ഞിനെ അബോർഷൻ നടത്തി. ഇതിനുശേഷം ഈ ഭാര്യ പല ധ്യാനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നവീകരണ പ്രസ്ഥാനങ്ങളിൽ ഈ കുടുംബം സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. റിട്ടയർ ചെയ്തു. എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനത്തിന് പോകുന്ന പതിവ് അവിടെ കുടുംബത്തിനുണ്ട്. അന്ന് ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി. ഇത്രയും കാലം 35 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാ. 35 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യ അബോർഷൻ നടത്തി. അവള് കുമ്പസാരിച്ചിട്ടുണ്ടാവും. അവൾക്ക് അത് പാപമോചനം കിട്ടിയില്ലേ എന്നായിരുന്നു ഈ മനുഷ്യന്റെ തലയിലെ ചിന്ത. എന്നാൽ
ഈ വചനം കേട്ടയാന്ന് ഈ മനുഷ്യൻ പോയി കുമ്പസാരിക്കുക. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയും കൂടി പോയിട്ട് അബോർഷൻ നടത്തി എന്നുള്ള പാപം. ഇതിനുശേഷം ഇവര് കുടുംബത്തിലേക്ക് കടന്നു വന്നു, കൂടുതൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ തുടങ്ങി, കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചതെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇവരുടെ മകൾ പിന്നത്തെ വർഷം ഈ മനുഷ്യൻ കുമ്പസാരിച്ച അതേ ദിനത്തിൽ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളതാ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുന്ന. ഒരുപക്ഷെ കൊച്ചു കൊച്ചു പാപങ്ങളായിരിക്കാം നാം മറച്ചു വെച്ചിരിക്കുന്നത്. ഈ കൊച്ചു കൊച്ചു പാപങ്ങൾ ഒരുപക്ഷെ നിസ്സാരമായി ഗണിച്ചിട്ടുണ്ടാവാം, എന്നാൽ ദൈവം അതെല്ലാം കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു മനുഷ്യൻ തൃശ്ശൂരടുത്ത് ഒരു സ്ഥലത്താ. അദ്ദേഹത്തിന് ഒരു കൊച്ചു ഭവനമൊക്കെ അദ്ദേഹം ഉണ്ടാക്കി. പക്ഷേ വീടിന്റെ ഫ്ലോറിംഗ് കഴിഞ്ഞിട്ടില്ല, ചുമരൊന്നും തേച്ചിട്ടില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ വീടൊക്കെ ഉണ്ടാക്കി താമസമൊക്കെ ആരംഭിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന് ഫ്ലോറിംഗ് നടത്തണം, അതുപോലെ ചുമരൊക്കെ തേക്കണം. ഇതിനു വേണ്ടി അദ്ദേഹം അതിന് പണം കണ്ടെത്തിയിട്ടുണ്ട്. വീടിന്റെ പുറകിൽ ഒരു ആഞ്ഞിലി മരമുണ്ട്. ഈ ആഞ്ഞിലി മരം വിറ്റ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഫ്ലോറിംഗ് നടത്താനുള്ള പൈസ കിട്ടും, ചുമര് തേക്കാനുള്ള പൈസയും കാര്യങ്ങളും എല്ലാം കിട്ടും. അങ്ങനെ ആര് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ആഞ്ഞിലി മരത്തിന് 2.5 ലക്ഷത്തോളം രൂപയെങ്കിലും വില കിട്ടും. ഈ മനുഷ്യൻ ഈ ആഞ്ഞിലി മരം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. പല വ്യക്തികളും ഈ ആഞ്ഞിലി മരം കാണാൻ വേണ്ടി വന്നു. എല്ലാ വ്യക്തികളും ഈ ആഞ്ഞിലി മരം കാണുന്നുണ്ട്, അവർക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇദ്ദേഹം പറയുന്ന വിലയിലേക്ക് അവർ അടുക്കുന്നില്ല. അവർ 1 ലക്ഷം, 1.25 ലക്ഷം, 1.5 ലക്ഷം വരെ അതിന് കാണുന്നുള്ളൂ. പക്ഷേ എല്ലാവർക്കും അറിയാം ഇത് നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട്, 2 ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഈ മരക്കച്ചവടം നടക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ മനുഷ്യൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരിക. അന്ന് ഈ വചനം ആ മനുഷ്യൻ കേൾക്കുക. ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കാം. എന്താ ആ മനുഷ്യൻ അന്ന് സംഭവിച്ചേ എന്നറിയോ? ഈ മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ അല്പാൽപമായി ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്, മദ്യപിക്കുന്നുണ്ട്, കുടുംബത്തിൽ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല, ശാന്തമായിട്ട് ഞാൻ കുടിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു. ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പുകവലിക്കുന്ന സ്വഭാവമുണ്ട്, അതും അദ്ദേഹം ചിന്തിച്ചു. ഇതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ കുർബാനയില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ അദ്ദേഹം ബാക്കിയുള്ളവരുടെ മുമ്പിൽ മാന്യന, പക്ഷെ കുമ്പസാരം എന്ന കൂദാശ വല്ലപ്പോഴൊക്കെ ആയി നടക്കുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ അന്ന് തീരുമാനിച്ചു, ഇനി ഞാൻ മദ്യപിക്കുകയില്ല. ആ മനുഷ്യൻ ചിന്തിച്ചു, ഇനി ഞാൻ പുകവലിക്കുകയില്ല. ഞാൻ അല്പാൽപമായി അവഗണിക്കുന്ന കാര്യങ്ങളാ. ഈ മനുഷ്യൻ ചിന്തിച്ചു, ഇനി ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ദിവസവും പങ്കെടുക്കും. ഈ മനുഷ്യൻ ചിന്തിച്ചു, ഇനി എൻ്റെ ജീവിതത്തിൽ അടുത്തടുത്ത് കുമ്പസാരം നടത്തും. അന്ന് ആ മനുഷ്യൻ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുതിയ തീരുമാനമെടുത്ത് ഭവനത്തിലേക്ക് പോവുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം പോയി 4ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ അദ്ദേഹം നാളുകളായി വിൽക്കാൻ സാധിക്കാതിരുന്ന ആഞ്ഞിലി മരം 2,55,000 രൂപയ്ക്ക് ആ മനുഷ്യൻ വിൽക്കാൻ സാധിച്ചു. അത് വിറ്റേന്റെ 5ാമത്തെ ദിവസം ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ മനുഷ്യൻ ഓടി വന്നിരിക്കുക. അച്ഛാ, എത്രയോ 3-4 വർഷങ്ങളായി ഈ മരം ഒന്ന് വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ. എന്നാൽ ഞാൻ തീരുമാനമെടുത്തപ്പോൾ, ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പാപം ചെയ്യുമ്പോഴുണ്ടല്ലോ അതെൻ്റെ കുടുംബത്തെ ബാധിക്കുന്നുണ്ട്. എന്നിലൂടെ ഒഴുകേണ്ട അനുഗ്രഹങ്ങൾ ഇല്ലാതായി തീരുന്നുണ്ട്. എൻ്റെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്നുണ്ട്, എൻ്റെ തലമുറയെ അവിടുന്ന് ബാധിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, അബ്രാഹത്തോട് ദൈവം പറയുക, നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹോത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. ദൈവം വ്യക്തമായിട്ട് അബ്രാഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക,
ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹോത്തരമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. പക്ഷേ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിയുമ്പോഴുണ്ടല്ലോ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒന്നും കാണാനില്ല. എന്നും പ്രശ്നം തീർക്കാനും നേരമുള്ളൂ. അബ്രാഹത്തിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ ശണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ അബ്രാഹത്തിന് വെളിപ്പെടുത്തലുണ്ടായത്. ദൈവം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം വിട്ടുപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കാനാ. എന്നാൽ എല്ലാം വിട്ടുപേക്ഷിച്ച് അങ്ങേ അനുഗമിക്കേണ്ടതിന് പകരം ഞാൻ എന്താ ചെയ്തേ? ഈ ലോത്തിനെ കൂടെ ചേർത്തു. ഈ ലോത്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോഴാ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകിയത്. നമ്മളും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കാത്ത ചില ബന്ധങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത ചില സൗഹൃദങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും എൻ്റെ കൂടെ കൊണ്ടുപോയി നടന്നോ? ഈ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകാത്ത അവസ്ഥ, ദൈവത്തിന്റെ കൃപകൾ ഒഴുകാത്ത അവസ്ഥ, അതിനെ ശക്തി പ്രകടമാകാത്ത അവസ്ഥ. ഇതുപോലെ തന്നെ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തവനാ. പക്ഷേ ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവത്തിന്റെ അനുഗ്രഹം അവനിലേക്കും തലമുറയിലേക്കും ഒഴുകുന്ന തടസ്സായി മാറുക. ദാവീദ് പാപം ചെയ്തു, ഉറിയായുടെ ഭാര്യ ബേർശബയോട്. എന്നാൽ ദാവീദിന്റെ മക്കളുണ്ട്, അബ്നോൻ, താമർ. ഈ സഹോദരന് സഹോദരിയെ കാണുമ്പോൾ പാപം ചെയ്യാനുള്ള പ്രേരണ കണ്ടോ പ്രിയപ്പെട്ടവരെ? തലമുറയിലേക്ക് ഒഴുകേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ നഷ്ടപ്പെട്ടു പോകുക. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമെല്ലാം പാപം ചെയ്തു കഴിയുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തലമുറയിലേക്ക്, എൻ്റെ സാമ്പത്തികമായ മേഖലയിലേക്ക് ഒഴുകേണ്ട ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ, അവിടെ നഷ്ടപ്പെട്ടു പോകുക. ഇതുപോലെ തന്നെ ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തി സംഭവിക്കുന്ന രണ്ടാമത്തെ തടസ്സമാണ്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് ആ വ്യക്തിയെ സംഭവിക്കുന്നതാണ് ആ പാപത്തിന്റെ അടിമയായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഒരു കാര്യമുണ്ടല്ലോ, അത് ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിന്റെ അടിമയായി തീരും. ഇതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിമയായി തീരുന്നു. അനേകം വ്യക്തികൾ ചില പാപത്തിന്റെ ബന്ധനാവസ്ഥയില, കെട്ടില. കാരണം ആ പാപത്തിന്റെ അടിമത്തം ആ വ്യക്തിയെ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ. ഇത് കേൾക്കുമ്പോൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, എന്നെ ഏതെങ്കിലും പാപങ്ങൾ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയാണ് ജഡത്തിന് പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ടായി. ഈ പ്രേരണ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്ത അവസ്ഥ എന്താ? ആ വ്യക്തി വ്യക്തിപരമായി അവൻ ബലം ചെയ്ത് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇനി ആ പാപം ചെയ്യില്ല, ഇനി ഞാൻ ആ പാപം ചെയ്യില്ല. എന്നാൽ എന്താ വ്യക്തി സംഭവിക്കുന്നത്? ആ വ്യക്തി അതിപ്രേരണയിലേക്ക് കടന്നു പോകുക. എത്ര അദ്ദേഹം തൻ്റെ ശരീരം കൊണ്ട് വേണ്ട എന്ന് വെച്ചാലും മനസ്സുണ്ടല്ലോ വീണ്ടും ആ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോവുക. അതിപ്രേരണയിലേക്ക് ആ മനുഷ്യൻ പോകുക. അവസാനം ആ മനുഷ്യൻ പോകുന്ന അവസ്ഥയാണ് അടിമത്തം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും പാപത്തിന്റെ അടിമത്തം നിന്നെ വലയം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ പോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരെ വലയം ചെയ്തിരുന്നു. ഈ വ്യഭിചാര ദുർബോധം അവരെ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ, അവിടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥ. ഇത് വ്യഭിചാരല്ല, വ്യഭിചാര ദുർബോധ. ചില വ്യക്തികൾ ഈ പാപം ചെയ്ത് ആ പാപത്തിന്റെ അടിമയായിരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ. അവിടെ കണ്ണുകളെയൊക്കെ ഉണ്ടല്ലോ ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കിയിരിക്കുക. ഇത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം പറയുകയാണ്, ഞാൻ അവിടെ നാവിലേക്ക് നുണയുടെ ആത്മാവുമായി പോകും. ഞാൻ അവിടെ നാവിലേക്ക് നുണയുടെ ആത്മാവുമായി പോകും. പ്രിയപ്പെട്ടവരെ,
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ നുണ പറഞ്ഞ് ആ മനുഷ്യൻ നടക്കുമ്പോൾ ആ മനുഷ്യൻ സംഭവിക്കുന്ന എന്താ? ആ വ്യക്തിയിലേക്ക് നുണയുടെ ആത്മാവ് കയറി വരിക. ഏത് പാപമാണോ ആവർത്തിച്ച് ചെയ്യുന്ന ആ പാപത്തിന്റെ ദുരാത്മാവ്, ആ പാപത്തിന്റെ അടിമത്തം ആ വ്യക്തിയെ വലയം ചെയ്യുന്നുണ്ട്. മൂന്നാമതായി പറഞ്ഞു തരിക, ഒരു വ്യക്തി പാപം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വേദനയോടുകൂടെ ഇറങ്ങിപ്പോകും. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്നുവെന്നും തിരിച്ചറിയുവിൻ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിച്ചു കളയും. ഈ ശരീരം ദൈവത്തിന്റെ ആലയ. ഈ ശരീരം ദൈവം എനിക്ക് തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? അനേകം ആത്മാക്കളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാ, അല്ലാതെ അനേകം ആത്മാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. നമുക്ക് കാണാൻ സാധിക്കും, സാംസൺ 1000 ഫിലിസ്തരെ കൊന്നൊടുക്കിയവനാ. അത്രയും അജയ്യമായ ശക്തിയായിരുന്നു. എന്നാൽ ദലീല ഈ സ്ത്രീയുടെ മടിയിൽ അവൻ കിടന്നപ്പോഴുണ്ടല്ലോ വചനം പറയുക, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവരെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. പല വ്യക്തികളും അജയ്യരായ വ്യക്തികളാ, അത്ര അഭിഷേകം ഉണ്ടായിരുന്ന വ്യക്തികളാ. ഇന്ന് ശുശ്രൂഷ രംഗത്ത് നോക്കുകയാണെങ്കിൽ ആ വ്യക്തികളുടെ ശുശ്രൂഷകൾക്കൊന്നും ശക്തിയില്ലാതെ പോയിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് ഒഴുകാത്ത കാണുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അതിന് കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ പാപത്തിന്റെ അടിമത്തം അവരെ വലയം ചെയ്തുകൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് അവരിൽ നിന്ന് വേർപെട്ടു പോയതുകൊണ്ടാണ്. ഇന്ന് ചില വ്യക്തികൾ വെറും ഉണക്കമരമായി മാറിയിരിക്കുന്ന അവസ്ഥ. ഇതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നേടിയെടുക്കണം അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക്. ആ അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ദൈവമല്ല, ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കണം. നമുക്ക് കാണാൻ സാധിക്കും, യേശു സക്കേവൂസിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന്റെ രക്ഷ കൈവന്നിരിക്കുന്നു. നല്ല കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, കർത്താവിലേക്ക് തിരിയുവാൻ നിങ്ങൾ വൈകരുത്, നാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ നീട്ടിവെക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതൊക്കെ വ്യക്തികളാണോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്, അവരെല്ലാം 2 കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവായ ദൈവം, ധൂർത്തപുത്രനെ മാറോടണച്ച കർത്താവ്. ഇതുപോലെ തന്നെ ഈ നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടിയപ്പോ അത്യധികം ആഹ്ലാദത്തോടുകൂടെ നെഞ്ചോട് ചേർത്ത് വെച്ച പിതാവായ ദൈവം, പാപിനിയെ സ്നേഹിക്കുന്ന ദൈവം. ഏതൊക്കെ വ്യക്തികളാണോ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു നടക്കാൻ തയ്യാറായി, ദൈവം അവരെ അനുഗ്രഹിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 77:10, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാത്തതാണ് നിന്റെ ദുഃഖത്തിന് കാരണം.